ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മാർച്ച് 8 തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിരുന്നു. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അവർക്ക് ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് ഈ പോസ്റ്റ് മെഷീനിൽ അവൈലബിളായി കാണിക്കുന്നുണ്ട്. നീല, വെള്ള റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരി അടക്കം. പക്ഷേ റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്താത്തത് മൂലം ഈ ഒരു ആഴ്ച വിതരണത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ നിലവിൽ റേഷൻ കടയിൽ സ്റ്റോക്കുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി എന്നുള്ള ആളുകൾക്ക് ഇപ്പോൾ പോയിട്ട് വാങ്ങാം. എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങണം എന്നുള്ള ആളുകൾക്ക് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ പോകുന്ന ആളുകൾക്ക് നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക. അവർക്കുള്ള 10 കിലോ സ്പെഷ്യൽ അരി ഈ ദിവസങ്ങളിലും ലഭിക്കാൻ സാധ്യതയില്ല. അത് അടുത്ത ആഴ്ച മുതലായിരിക്കും വിതരണം ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇന്നലെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരുന്നു. ഇത് സംബന്ധമായിട്ടുള്ള തീയതി, നീല, വെള്ള റേഷൻ കാർഡിൻ്റെ സ്പെഷ്യൽ അരി വിതരണം ചെയ്യുന്ന തീയതി പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ ലഭ്യതക്കുറവ് മൂലമാണ് ഈ ഒരു പ്രശ്നം നേരിടുന്നത്. അപ്പോൾ ഉടൻ തന്നെ അത് പരിഹരിച്ച് റേഷൻ വിതരണം സാധാരണ രീതിയിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ മിക്കവാറും റേഷൻ കടയിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിനുള്ള എല്ലാ സാധനങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്കുണ്ട്. നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് പ്രയാസം നേരിടുന്നത്. അവർക്കുള്ള അരി പകുതിയേ വന്നിട്ടുള്ളൂ. ഇനി ഉദാഹരണമായി ഞാൻ ഈ ഒരു ലിസ്റ്റ് കാണിക്കാം. ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ റേഷൻ കടകളിലേക്കുള്ള ലിസ്റ്റാണ്. മഞ്ഞ റേഷൻ കാർഡിന് പുഴുങ്ങല്ലരി 20 കിലോ, മട്ടരി 10 കിലോ, 5 കിലോ ഗോതമ്പ്, അങ്ങനെ 35 കിലോ ധാന്യം, 1 കിലോ പഞ്ചസാര, ഇങ്ങനെയാണ് മഞ്ഞ റേഷൻ കാർഡിനുള്ളത്. അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡിന് 2 കിലോ പുഴുങ്ങലരി, 2 കിലോ മട്ടരി, 1 കിലോ ഗോതമ്പ്, ഇങ്ങനെ ഒരു വ്യക്തിക്ക് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക. ഇനി നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 കിലോ പച്ചരിയും 1 കിലോ മട്ടരിയും, ഒരു വ്യക്തിക്ക് 2 കിലോ അരി, 4 രൂപ നിരക്കാണ് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആകെ ലഭിക്കുന്ന അരി 4 കിലോ അരിയാണ്. അതിൽ 2 കിലോ പച്ചരിയും 2 കിലോ മട്ടരിയുമാണ് ഞങ്ങളുടെ താലൂക്കിൽ ലഭിക്കുന്നത്. പക്ഷേ നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക്, നീല ആളുകൾക്കുള്ള പച്ചരി മാത്രമാണ് സ്റ്റോക്കുള്ളത്. അതായത് ഒരു വ്യക്തിക്ക് 1 കിലോ അരിയെ ഇപ്പോൾ ചെന്നാൽ കിട്ടുകയുള്ളൂ, പിന്നീട് പോയി വാങ്ങേണ്ടി വരും. വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള മട്ടരിയും പച്ചരിയും റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിതരണം നടക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക റേഷൻ കടകളിലും ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ്. 2 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഒരു അടുത്ത ആഴ്ചയ്ക്ക് പോവുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങാം. നീല, വെള്ള റേഷൻ കാർഡിനും പുതുതായി അനുവദിച്ചിട്ടുള്ള ബ്രൗൺ റേഷൻ കാർഡിനും ആട്ടയുണ്ട്. ആ ആട്ടയും റേഷൻ കടകളിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അതെല്ലാം ലഭിക്കാൻ വേണ്ടി അടുത്ത ആഴ്ച പോകുന്നതായിരിക്കും നല്ലത്. 1/2 ലിറ്റർ മണ്ണെണ്ണ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഈ മാസമുണ്ട്. അപ്പോൾ റേഷൻ വാങ്ങാൻ പോകുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.